ഓം നമോ ഭഗവതേ വാസുദേവായ ജന്വന്തരയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ ശ്രീ മഹാവിഷ്ണവേ നമഃ. അസ്മിൻ പരാത്മന്നനുപാത്മകൽപ്പേ സമുത്ഥാവിതപത്മയോനിഃ അനന്തഭൂമാമരോഗരാശിം നിരുന്തി വാതാലയവാസവിഷ്ണു. ഇന്ന് നമ്മൾ ശ്രീമദ് നാരായണീയത്തിലെ 45-ാമത്തെ ദശകത്തിൽ 6 നിന്നും 10 വരെയുള്ള ശ്ലോകങ്ങളാണ് വായിക്കാൻ പോകുന്നത്. തദനുചരണചാരി താരകൈ സാഗമാരാത് നിലയതദിഷു ഖേലന് ബാലചാപല്യശാലീ ഭവനസുഖവിലാളൻ മത്സകാം ചാനുദാവാന് കഥമപി കൃതഹാസൈഃ ഗോപകൈഃ വാരിദോ ഭൂഃ. തദനുചരണചാരി ധാരകൈ സാഗമാരാത് നിലയതദിഷു ഖേലൻ ബാലചാപല്യശാലീ തദനുസുഖവിടാലാൻ വത്സകാഞ്ച അനുധാവാൻ കഥമപി കൃതഹാസൈഃ ഗോപകൈഃ വാരിദ അഭൂഃ. തദനു ചരണചാരി ദ്വാരകൈ സാഗമാരാത് നിലയ തദുഷു ഖേലന് ബാലചാപല്യശാലി ഭവനസുഖ വിലാളാൻ വത്സകാം ചാനുദാവാൻ കഥമപി കൃതഹാസൈഃ ഗോപകൈഃ വാരിദോ ഭൂഃ. അതിനുശേഷം കാൽ കൊണ്ട് നടന്നു തുടങ്ങിയ നിന്തിരുവടി, ഗുരുവായൂരപ്പൻ്റെ അടുത്താണല്ലോ നാരായണ ഭട്ടതിരിപ്പാട് കഥകൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗുരുവായൂരപ്പനെ പറ്റി പറയുമ്പോൾ നിന്തിരുവടി തന്നെ, നീ എന്ത് ചെയ്തു എന്ന് തന്നെയല്ലേ പറയുന്നത്. അപ്പോൾ കാൽ കൊണ്ട് നടന്നു തുടങ്ങിയ നിന്തിരുവടി മറ്റു ബാലന്മാരോടുകൂടി ബാലചാപല്യത്തോടു കൂടിയവനായി സമീപത്തുള്ള ഗ്രോപഗൃഹങ്ങളിൽ കളിച്ചു കൊണ്ടിരിക്കുമ്പോൾ വീട്ടിൽ വളർത്തുന്ന പൈങ്കിളി, പൂച്ച എന്നിവയെയും കാലിക്കിടാങ്ങളെയും പിന്തുടർന്ന് മണ്ണോടിച്ചെല്ലുമ്പോൾ പുഞ്ചിരി കൊള്ളുന്നവരായ പശുപാലന്മാരാൽ പണിപ്പെട്ട് തടുക്കപ്പെട്ടവനായി ഭവിച്ചുവല്ലോ. അതിനുശേഷം കാലുകൊണ്ട് നടന്നു തുടങ്ങിയ നിന്തിരുവടി മറ്റു ബാലന്മാരോടുകൂടി ബാലചാപല്യത്തോടു കൂടിയവനായി സമീപത്തുള്ള ഗോപഗൃഹങ്ങളിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിൽ വളർത്തുന്ന പൈങ്കിളി, പൂച്ച എന്നിവയും കാലിക്കിടാങ്ങളെയും പിന്തുടർന്ന് ഓടിച്ചെല്ലുമ്പോൾ പുഞ്ചിരി കൊള്ളുന്നവരായ പശുപാലന്മാരാൽ പണിപ്പെട്ട് തടുക്കപ്പെട്ടവനായി ഭവിച്ചുവല്ലോ. എൻ്റെ ഗുരുവായൂരപ്പൻ്റെ ബാലചാപല്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 7-ാമത്തെ ശ്ലോകം. ഹലധര സഹിതത്വം യത്ര യത്ര ഉപായതഃ വിഗളിതഗൃഹകൃതുഃ കൃത്യാഃ വിസ്മൃതഃ അപത്യമൃത്യാഃ മുരഹരമുഹുഃ അത്യന്ത ആകുല നിത്യമാസന്ന. ഹലധരസഹിതം യത്ര യത്ര ഉപയാതഃ വിവശപതിതനേത്രാഃ തത്ര തത്ര ഏവ ഗോപ്യഃ വിഗളിതഗൃഹകൃത്യാ വിസ്മൃത അപത്യമൃത്യാഃ മൃതഹരമുഹുഃ അത്യന്ത ആകുലാഃ നിത്യമാസന്ന. ഹലധരസഹിതത്വം യത്ര യത്രോപായതഃ വിവശപതിതനേത്രാഃ തത്ര തത്ര ഏവ ഗോപ്യഃ വിഗളിതഗൃഹകൃത്യാഃ വിസ്മൃത അപത്യമൃത്യാഃ മുരഹരമുഹുഃ അത്യന്ത ആകുലാഃ നിത്യം ആസന്ന. അല്ലയോ മുരാരേ, ബാലരാമനോടൊന്നിച്ച് നിന്തിരുവടി എവിടെയെല്ലാം ചെല്ലുവോ അവിടങ്ങളെല്ലാം ഗോപശ്രീകൾ വശം കെട്ട് ഇടറിയ ദൃഷ്ടികളോടും വീഴ്ച ചെയ്യപ്പെട്ട വീട്ടുപണികളോടുകൂടിയവരും കിടാങ്ങളെയും വൃത്തിജനങ്ങളെയും മറന്നവരുമായി ഭവിച്ചു. നാൾതോറും ഏറ്റവും പരവശരായി തീർന്നു. അല്ലയോ മുരാരേ, ബലരാമനോടൊന്നിച്ച് നിന്തിരുവടി എവിടെ ചെന്നുവോ അവിടങ്ങളിലെല്ലാം ഗോപശ്രീകൾ വശം കെട്ട് ഇടറിയ ദൃഷ്ടികളോടും വീഴ്ച ചെയ്യപ്പെട്ട വീട്ടുപണികളോടുകൂടിയവരും കിടാങ്ങളെയും വൃത്യജനങ്ങളെയും മറന്നവരുമായി ഭവിച്ച് നാൾതോറും ഏറ്റവും പരവശരായി തീർന്നു. 8-ാമത്തെ ശ്ലോകം. പ്രതിനവനവനീതം ഗോപികാദത്തമിച്ഛന്
കളപദം ഉപഗായന് കോമളം കോവിനൃത്യന് സദയ യുവതി ലോകൈः അർപ്പിതം സ്വർപ്പി അശ്നന് ക്വചന നവ പിപക്വം ലുബ്ധം അഭി ആവിഭഹത്വം പ്രതിനവനവനീതം ഗോപികാദത്തമിച്ഛന് കളപദം ഉപഗായന് കോമളം ക്വ അഭിനർത്യന് സദയ യുവതി ലോകൈः അർപ്പിതം സർപ്പിത അശ്നന് ക്വചന നവവിപക്വം ലുബ്ധമഭി ആവിഭഹത്വം പ്രതിനവനവനീതം ഗോപികാദത്തമിച്ഛന് കളപദം ഉപഗായന് കോമളം ക്വാവിനൃത്യന് സദത യുവതി ലോകൈः അർപ്പിതം സർപ്പിരശ്നന് ക്വചന നവവിപക്വം ലുബ്ധമഭി ആവിഭഹത്വം ക്വചന നവവിപക്വം ലുബ്ധം അഭി ആവിഭഹത്വം പ്രതിനവനവനീതം ഗോപികാദത്തമിച്ഛന് കളപദമുപഗായന് കോമളം ക്വാവിനൃത്യന് സദയ യുവതി ലോകൈः അർപ്പിതം സർപ്പി അശ്നന് ക്വചന നവവിപക്വം ലുബ്ധമഭി ആവിഭഹത്വം. ഓം നമോ നിന്തിരിവടി ഗോപിമാർ നൽകപ്പെടുന്ന പുതുവെണ്ണയെ ആഗ്രഹിച്ച് അസ്പഷ്ടധാരകളായ പദാവലികളിൽ പാടുകയും ചിലപ്പോൾ മനോഹരമായി നൃത്തം ചെയ്തുകൊണ്ട് ദയാർദ്ര ഹൃദയങ്ങളായ കുമാരന്മാർ നൽകപ്പെട്ട നെയ്യ് ഭുജിക്കുകയും ചില സമയം പുതുതായി കാച്ചിക്കുറുക്കിയ പാൽ കൂടി കുടിക്കുകയും ചെയ്തില്ലേ? പറയുകയാണ് കൃഷ്ണനെ പറ്റി. നമുക്കിപ്പോൾ 8ാമത്തെ ശ്ലോകത്തോട് ഒരു അർത്ഥം ഒന്നുകൂടെ ചൊല്ലലാം. പ്രതിനവനീതം ഗോപികാദത്തമിച്ഛന് കളപദമുപഗായന് കോമളം ക്വാഭിനൃത്യന് സദയ യുവതി ലോകൈः അർപ്പിതം സർപ്പി അശ്നന് ക്വചന നവവിപക്വം ലുബ്ധം അഭി ആവിഭഹത്വം. നിന്തിരിവടി ഗോപിമാരാൽ നൽകപ്പെടുന്ന പുതുവെണ്ണയെ ആഗ്രഹിച്ച് അസ്പഷ്ടമധുരങ്ങളായ പദാവലികളിൽ പാടുകയും ചിലപ്പോൾ മനോഹരമായി നൃത്തം ചെയ്തുകൊണ്ട് ദയാർദ്ര ഹൃദയങ്ങളായ പശുകന്യകമാരാൽ നൽകപ്പെട്ട നെയ്യ് ഭുജിക്കുകയും ചില സമയം പുതുതായി കാച്ചിക്കുറുക്കിയ പാൽ കൂടി കുടിക്കുകയും ചെയ്തില്ലേ? എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ള കാര്യം നാരായണ ഭട്ടതിരിപ്പാട് ഗുരുവായൂരപ്പൻ്റെ അടുത്ത് തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അടുത്ത ശ്ലോകം 9ാമത്തെ ശ്ലോകം. മമ ഖലു ബലിഗേഹേ യാചനം ജാതമസ്താം ഇഹ പുനഃ അബലാനാം അഗതഃ ന ഏവ കുർവേ ഇതി വിഹിതമതിഃ കിം ദേവ സംതൃത്യയാജ്ഞാം ലരിഘൃതം അഹരഹത്വം ചാരുണ ചോരണേന. മമ ഖലു ബലിഗേഹേ യാചനം ജാതമസ്താം ഇഹ പുനഃ അബലാനാം അഗതഃ ന ഏവ കുർവേ ഇതി വിഹിതമതിഃ കിം ദേവ സംതൃത്യയാജ്ഞാം ദരിഘൃതം അഹരഹത്വം ചാരുണ ചോരണേന. മമ ഖലു ബലിഗേഹേ യാചനം ജാതമസ്താം ഇഹ പുനഃ അബലാനാം അഗ്രതോ നൈവ കുർവേ ഇതി വിഹിതമതി കിം ദേവ സംതൃത്യയാജ്ഞാം ദരിഘൃതം അഹരഹ ത്വം ചാരുണ ചോരണേന. മമ ഖലു ബലിഗേഹേ യാചനം ജാതമസ്താം ഇഹ പുനഃ അബലാനാം ആഗതഃ ന ഏവ കുർവേ ഇതി വിഹിതമതി കിം ദേവ സംതൃത്യയാജ്ഞാം ലരിഘൃതം അഹരഹ ത്വം ചാരുണ ചോരണേന. എനിക്ക് മഹാബലിയുടെ മന്ദിരത്തിൽ യാചിക്കേണ്ടി വന്നു. അതങ്ങനെ ഇരിക്കട്ടെ. എന്നാൽ ഇവിടെ വീണ്ടും പെണ്ണുങ്ങളുടെ മുമ്പിൽ അത് ഒരിക്കലും ചെയ്യുകയില്ല. ഹേ ഭഗവാൻ, അങ്ങ് ഇപ്രകാരം വിചാരിച്ചിട്ടായിരിക്കുമോ യാചനകൃത്യം ഉപേക്ഷിച്ചിട്ട് ചാരിതമായ ചൗര്യകർമ്മം കൊണ്ട് തൈരും നെയ്യും കവർന്നത്? മഹാബലിയുടെ മുമ്പിൽ യാചിക്കേണ്ടി വന്നു. ഈ പെണ്ണുങ്ങളുടെ മുമ്പിൽ യാചിക്കാൻ വയ്യാന്ന് ഉദ്ദേശിച്ചിട്ടാണോ ഈ നെയ്യും മോരും ഒക്കെ കവർന്നെടുത്തത്? എനിക്ക് മഹാബലിയുടെ മന്ദിരത്തിൽ യാചിക്കേണ്ടി വന്നു. അതങ്ങനെ ഇരിക്കട്ടെ. എന്നാൽ ഇവിടെ വീണ്ടും പെണ്ണുങ്ങളുടെ മുമ്പിൽ അത് ഒരിക്കലും ഞാൻ ചെയ്യുകയില്ല. ഹേ ഭഗവാൻ, അങ്ങ് ഇപ്രകാരം വിചാരിച്ചിട്ടായിരിക്കുമോ യാചനകൃത്യം ഉപേക്ഷിച്ചിട്ട് ചാരിതമായ ചൗര്യകർമ്മം കൊണ്ട് തൈരും നെയ്യും കവർന്നെടുത്തത്? 10ാമത്തെ ശ്ലോകം വായിക്കാം.
तव दधिकृतमोषे घोषयोषा जनानाम् अपजदहृदि रोषः न अवकाशं न शोकः हृदयमपि मुषित्वा हर्षसिन्धुन्यताः त्वं स मम समयरोगान् वादगेहादिनाद तव दधिकृतमोषे घोषयोषा जनानाम् अपजदहृदि रोषः न अवकाशं न शोकः हृदयमपि मुषित्वा हर्षसिन्धुनृधा त्वं सह मम समयरोगान् वादिगेहादिनाथ तव दधिघृतमोषे घोषयोषा जनानाम् अपजदहृदि रोषा नावकाशं न शोकः हृदयमपि मुषित्वा हर्षसिन्धोसुधास्त्वं स मम സമയരോഗാന് വാദഗേഹാദിനാഥ. എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണം ഗുരുവായൂരപ്പാ. അങ്ങ് തൈര് നെയ്യ് മുതലായവ മോഷ്ടിച്ചതിനാൽ ഗോപവാടത്തിലുള്ള തരുണികളുടെ ഹൃദയത്തിൽ ഗോപത്തിന് സ്ഥാനം ഒട്ടും ഉണ്ടായിരുന്നില്ല, വ്യസനവും ഉണ്ടായില്ല. നിന്തിനു വേണ്ടി അവരുടെ ഹൃദയത്തെ കൂടി കവർന്ന് സന്തോഷസാഗരത്തിൽ മകനമാക്കി കഴിഞ്ഞിരുന്നില്ലേ? അങ്ങ് തൈര് നെയ്യ് മുതലായവ മോഷ്ടിച്ചതിനാൽ ഗോപവാടത്തിലുള്ള തരുണികളുടെ ഹൃദയങ്ങളിൽ കോപത്തിന് സ്ഥാനം ഒട്ടും ഉണ്ടായിരുന്നില്ല, വ്യസനവും ഉണ്ടായില്ല. നിന്തിരുവടി അവരുടെ ഹൃദയങ്ങളെ കൂടി കവർന്ന് സന്തോഷസാഗരത്തിൽ മഗ്നമാക്കി ചെയ്തു കഴിഞ്ഞില്ലേ? അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങനെയുള്ള നിന്തിരുവടി എൻ്റെ രോഗത്തിന് ശാന്തി നൽകണമേ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. 45-ാമത്തെ ദശകത്തിലെ മുഴുവൻ ശ്ലോകങ്ങളും ഇപ്പോൾ വായിക്കുന്നതാണ്. അയ്യ സബല മുരാരേ പാണുജാണു പ്രചാരൈ വദനപതിതകേശു കിമപി ഭവനഭാഗാന് ഭൂഷയന്തൗ ഭവന്തൗ ചലിതചരണകഞ്ചൗ മഞ്ജുമഞ്ജീരസിഞ്ച ശ്രവണകുതുകബാജൗ ചോദിചാരുവേഗാത് മൃദുമൃദുവിഹസന്തൗ ഉന്മിഷത്തിദന്തവന്തൗ പതനപതിതകേശൗ ദൃശ്യപാദാബ്ജദേശൗ ഭുജഗളിതകരാന്തവ്യാലഗത് കങ്കണ അങ്കൗ മതിം അഹരതമുച്ചൈഃ പശ്യതാം വിശ്വനൃണാം അനുസരതി ജന ഊഹേ കൗതുകവ്യാകുലാക്ഷേ കിമപി കൃതനിനാദം വ്യാഹസന്തൗ സ്രവന്തൗ വലിതവദനപദ്മം പൃഷ്ഠതഃ ദത്തദൃഷ്ടി കിമിവ വിദധാതേ കൗതുകം വാസുദേവ ദ്രുതഗതിഷു പതന്തൗ ഉദ്ധിതൗ ലിപ്തഭംഗൗ ദിവി മുനിഭിः അഭംഗൈः സസ്മിതം വന്ധ്യമാന്യൗ ദ്രുതമതിജനനീഭ്യാം സ അനുകമ്പം ഗൃഹീതും മുഹുഃ അപി പരിവ്രബ്ധൗ ദ്രാക് ഇവാം ചുംബിതൗ ച ശ്രുതകുജപരം താംഗേ ധാരയന്തി ഭവന്തം തരളമതി യശോദ തന്യദാ ധന്യധന്യ കപടപശുപമധ്യേ മുദ്ദഹാസാങ്കുരം തേ ദശനമുകുളഹൃദ്യം വീക്ഷ്യ വക്ത്രം ജഹർഷ തദനുചരണചാരി ദ്വാരകൈ ജാഗമാരാത് നിലയതദുഷിഖലന് പാലചാബല്യശാലി ഭവനസുഖവിടാലാൻ വത്സകാഞ്ച അനുധാവാൻ കഥമവികൃതഹാസൈഃ ഗോപകൈഃ വാരിതഃ അഭൂः. ഹലതാരസഹിതഃ തം യത്ര യത്ര ഉപായതഃ വിവശപതിതനേത്രാः തത്ര തത്ര ഏവ ഗോപ്യഃ വിഗളിതഗൃഹകൃത്യാः വിസ്മൃത അപത്യഭൃത്യാः മുരഹരമുഹുഃ അത്യന്ത ആകുല നിത്യമാസൻ പ്രതിനവനവനീതം ഗോപികാദത്തമിച്ഛൻ കളപദമുപഗായൻ കോപളം ക്വ അവിനൃത്യൻ സദയ യുവതി ലോകൈഃ അർപ്പിതം സർപ്പി അശ്നൻ ക്വചനലവ വിപക്വം ദത്തം അപി ആഭിവഹത്വം മമ ഖലു ബലിഗേഹേ യാചനം ജാത ആസ്താം ഇഹ പുനഃ അബലാനാം ആഗതഃ നവേവ കുർവേ ഇതി വിഹിതമതിഃ കിം ദേവ സംതൃപ്തിയാജ്ഞാം വ്യതികൃതം ആഹരഹത്വം ചാരുണ ചോരണേന തവ ദധികൃതമോഷേ ഘോഷഘോഷായനാനാം അപജദഹൃതിരോഷഃ ന അപകാശം ന ശോകഃ ഹൃദയമപി മുഷിത്വാ ഹർഷസിന്ധോ നദാത്വം സഹ മമ സമയരോഗാന് പാദഗേഹാദിനാഥ തവ ദധികൃതമോഷേ ഘോഷയോഷാജനാനാം അപജദഹൃതിരോഷഃ ന അവകാശം ന ശോകഃ ഹൃദയമപി മുഷിത്വാ ഹർഷസിന്ധോ ലതഃ ത്വം സ മമ സമയരോഗാന് പാദഗേഹാദിനാഥ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.